أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ألم يجدك يتيما فآوى സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രമാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പറയുന്നതും കേൾക്കുന്നതുമെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്താണ്. ആ പ്രവാചകന്റെ മദ്ഹ് പറയുക, ആ പ്രവാചകന്റെ സുന്നത്തിനെ കുറിച്ച് പറയുക, ആ പ്രവാചകന്റെ മാതൃകയെക്കുറിച്ച് വിശദീകരിക്കുക, അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നതൊക്കെ തീർച്ചയായും അള്ളാഹുവിങ്കൽ പ്രതിഫലം ലഭിക്കുന്ന ഒരു ഇബാദത്താണ്. കാരണം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരേക്കുമുള്ള പ്രവാചകനാണ്. ആ പ്രവാചകനെ കുറിച്ച് അറിയാനും അടുത്തറിയാനും മനസ്സിലാക്കാനും അവിടുത്തെ ചരിത്രം പഠിക്കാനും അവിടുത്തെ മാതൃകയെക്കുറിച്ച് പഠിക്കുവാനുമുള്ള ഒരു അവസരത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ശ്രമമാണ് യഥാർത്ഥത്തിൽ പ്രവാചക ജീവിതമെന്ന നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പ്രവാചക സ്നേഹം വർദ്ധിക്കാനും അങ്ങനെ പ്രവാചകന്റെ മാതൃക ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അള്ളാഹു നമുക്കൊക്കെയും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിക്ക് മുമ്പ് മക്കയിലും മദീനത്തും നടന്ന ചില സംഭവങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അതോടൊപ്പം അബ്ദുള്ളയുടെ മരണത്തെക്കുറിച്ച്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ളയുടെ മരണത്തെക്കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. ശരി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് പിറന്നു വീഴാൻ പോവുകയാണ്. മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ല തലമുറയെന്ന് ഒരു സംശയവുമില്ലാതെ വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു തലമുറയിൽ, ഏറ്റവും നല്ല ഒരു ഗോത്രത്തിൽ, ഏറ്റവും നല്ല ഒരു കുടുംബത്തിലാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്നും തുടങ്ങി കിനാന ഗോത്രത്തിലൂടെ അബ്ദുൽ മുത്തലിബിലൂടെ അബ്ദുള്ളയിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുകയാണ്.
ഇനിയും നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല തിരുപ്പിറവിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണ്? അത് പരിശുദ്ധ മക്കയാണ്. അക്കാലഘട്ടത്തിൽ തന്നെ ഭൗതികമായി ഉയർന്നു നിൽക്കുന്ന റോമും പേർഷ്യയും പോലുള്ള ഉന്നതമായ രാജ്യങ്ങളുണ്ടായിട്ടും മറ്റുള്ള പ്രദേശങ്ങളുണ്ടായിട്ടും തിരുപ്പിറവിക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത മണ്ണ് പരിശുദ്ധ മക്കയുടെ മണ്ണായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കാൻ വേണ്ടി ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനം, ആ ഭവനം ഏത് പ്രദേശത്താണോ ആ ഭവനത്തിന്റെ തൊട്ടരികിലായാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. മാത്രവുമല്ല, ആ ഭവനത്തിന്റെ തൊട്ടരികിൽ വെച്ച് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എന്താണ് ആ പ്രാർത്ഥന? റബ്ബനാ വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. അല്ലാഹുവേ, ഇവരിൽ നിന്നും അഥവാ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ചൂണ്ടിയിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, ഇവരിൽ നിന്നും ഒരു പ്രവാചകനെ നീ നിയോഗിക്കണമേ. അല്ലാഹുവേ, നിന്റെ ആയത്തുകൾ പഠിപ്പിക്കുന്ന, അവർക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ അവരിൽ നിന്ന് നീ നിയോഗിക്കണമേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദുആ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അന ദഅവതു അബീ ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് ദുആ ചെയ്ത ആ ദുആക്കുള്ള ഉത്തരമാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൂറ്റാണ്ടുകൾക്കിപ്പുറം മക്കയിൽ ജനിച്ചു വീഴുന്നത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുകയാണ്. ശരി, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ആനക്കലഹ സംഭവം നടന്ന അതേ വർഷത്തിൽ അബൂ ത്വാലിബിന്റെ വീട്ടിൽ വെച്ച് ആമിന അബ്ദുള്ളയുടെ മകന് ജന്മം നൽകുകയാണ്. അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് പിറന്നു വീണ ദിവസം അത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ടാണ് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഫീഹി വുലിത്തു വഫീഹി ഉൻസില ഇലയ്യ. ആ തിങ്കളാഴ്ച ദിവസം നോമ്പെടുക്കണം, സുന്നത്തായ നോമ്പ് സുന്നത്താക്കാനുള്ള കാരണം അന്നാണ് ഞാൻ ജനിച്ചതും അന്നാണ് എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നാണ് ഞാൻ ജനിച്ചത്, തിങ്കളാഴ്ചയാണ് ഞാൻ ജനിച്ചത്, അന്നാണ് എനിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ശരി, തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എങ്കിലും ആ പ്രവാചകൻ ജനിച്ച മാസത്തിന്റെ വിഷയത്തിലും ഡേറ്റിന്റെ വിഷയത്തിലും പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് റബീഉൽ അവ്വലാണെന്നും അതല്ല മറ്റു ചില മാസങ്ങളാണെന്നും ചില പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ ഡേറ്റിന്റെ വിഷയത്തിൽ ഇനി റബീഉൽ അവ്വലാണെങ്കിൽ തന്നെ 12 എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നാണ്. 2 8 10 ഒക്കെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും ആ വിഷയത്തിൽ പറയുന്നത് അത് റബീഉൽ അവ്വൽ 12 ഒരു കാര്യം ഉറപ്പാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര ചോദിച്ച ദിവസം അത് റബീഉൽ അവ്വൽ 12 എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഏത് എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്തെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുവെങ്കിലും ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് റബീഉൽ അവ്വൽ 12 തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് ജനിച്ചു വീണ സമയം അത് സുബ്ഹിക്ക് മുൻപുള്ള സമയമായിരുന്നു എന്നതാണ്. സുബ്ഹിന്റെ മുൻപുള്ള സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിൽ ആമിനയുടെ മകനായി ജനിച്ചു വീഴുന്നത്. അതേപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്
സൂര്യൻ ഏറ്റവും പ്രകാശിതമായ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീഴുന്നത്. നട്ടുച്ചയ്ക്കാണെന്നോ ഉച്ചയ്ക്ക് മുൻപുള്ള സമയത്താണെന്നോ ഒക്കെ ആവാം, അല്ലാഹു ആലം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അഭിപ്രായപ്പെടുന്നത് സുബഹിക്ക് മുൻപുള്ള സമയമാണ് എന്ന അർത്ഥത്തിലാണ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സമയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സമൂഹത്തിൽ ഒരുപാട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്, ദുർബലമായ ഹദീസുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ചില ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഹദീസിലും ചില വാചകങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, ചില സംഭവങ്ങളൊക്കെ. അതോടൊപ്പം കള്ളക്കഥകളും ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിലുള്ള സംഭവങ്ങൾ വിശദീകരിക്കലുമൊക്കെ ധാരാളം ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നോക്കൂ, നിങ്ങൾ സംഭവിച്ച ചില കാര്യങ്ങളുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് സംഭവിച്ച ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്നാണ് ആമിന സ്വപ്നം കാണുന്ന രംഗം. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും, ആമിന ഒരു സ്വപ്നം കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിൽക്കാലത്ത് ആ കാര്യം പറയുന്നുണ്ട്. വറുഇയാ ഉമ്മിയല്ലത്തി റഅത് ഹീന വദഅത്നി അന്നഹു ഖറജ മിൻഹാ നൂറുൻ അളഅത് ലഹാ മിൻഹു ഖുസൂറുശ് ശാം. എന്നെ പ്രസവിക്കാൻ സമയത്ത് ഉമ്മയിൽ നിന്നൊരു പ്രകാശം പുറപ്പെടുകയും അത് മുഖേന ഷാമിലെ കൊട്ടാരങ്ങൾ മുഴുവനും പ്രകാശിക്കുകയും ചെയ്യുന്നതായിരുന്നു ഉമ്മയുടെ സ്വപ്നം. എന്നെ പ്രസവിക്കാൻ സമയത്ത് ഒരു പ്രകാശം പുറപ്പെട്ടു എന്നാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം, ഉദ്ദേശം എന്ന് വിശദീകരിക്കുന്നിടത്ത് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്താനിരിക്കുന്ന അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമാണ് നബിയുടെ മാതാവ് ആമിന സ്വപ്നം കണ്ടതിലൂടെ മനസ്സിലാക്കുന്നത് എന്ന് വിശദീകരിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഭാഗത്തെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, അവസാന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെയും മുസ്ലിമീങ്ങളുടെയും കേന്ദ്രമായി ഷാം മാറുന്നതാണ്. അള്ളാഹു അനുഗ്രഹിച്ചു നൽകിയ നാടാണ് ഫലസ്തീനും ലബനാനും സിറിയയും ഉൾപ്പെടുന്ന ഷാം. ആ ഷാമിൽ തന്നെയാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങുന്നത്. മഹാനായ ഇമാം മഹ്ദി നമസ്കാരത്തിന് വേണ്ടി, ജമാഅത്തിന് വേണ്ടി ഇമാമത്ത് നിൽക്കാൻ പോകുന്ന സമയത്ത് മഹാനായ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിലേക്ക് കയറി വരികയാണ്. ഇമാം മഹ്ദി പറയുന്നുണ്ട്, ഈസാ നബിയോട് താങ്കൾ ഇമാമത്ത് നിൽക്കണം. ആ സമയത്ത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, അൻതൽ ഇമാം, താങ്കളാണ് ഇവിടത്തെ ഇമാം, അതുകൊണ്ട് താങ്കളാണ് ജമാഅത്തിന് നേതൃത്വം നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം മഹ്ദിയെ തന്നെ ഇമാമത്ത് നിർത്തുന്നുണ്ട്. അത് ഫലസ്തീനിലാണ്, ഡമസ്കസിലാണ്. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസുകളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ ആ ഷാമിലേക്കാണ് എന്നെ പ്രസവിക്കുന്ന സമയത്ത് ആമിന എന്ന ഉമ്മയിൽ നിന്നുള്ള പ്രകാശം പുറപ്പെട്ടത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയും നോക്കൂ നിങ്ങൾ, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വല്ലാഹി ഇന്നി ലഗുലാമുൻ യഫഅതു ഇബ്നു സബഇൻ ഔ സമാനിൻ അഖിലു കുല്ലമാ സമിഅതു. അല്ലാഹുവാണ് സത്യം, എനിക്ക് 7 or 8 വയസ്സ് പ്രായമുള്ള സമയം, എന്നാൽ കൃത്യമായി പക്വതയുണ്ട് എന്ന് തോന്നുന്നൊരു സമയം, അഥവാ കേൾക്കുന്നതെല്ലാം മനസ്സിലാകുന്നൊരു സമയം, സംസാരങ്ങൾ തിരിച്ചറിയാൻ, സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിവുള്ള പ്രായം. അദ്ദേഹം പറയുന്നുണ്ട്, ഇത് സമിഅതു യഹൂദിയൻ യസ്റഖു ബിഅലാ സൗതിഹി അലാ ഉത്മീൻ ബിയസ്രിബ്. അങ്ങനെ ഇരിക്കെ ഒരു യഹൂദൻ അഥവാ മദീനയിലെ ഉയരമുള്ള ഒരിടത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്, ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, യാ മഅശറ യഹൂദ്, ഏ യഹൂദികളെ, എല്ലാവരും ഓടി വരണം. അങ്ങനെ എല്ലാവരും അവിടെ ഒരുമിച്ചു കൂടി. ആ സമയത്ത് അദ്ദേഹത്തോട് അവർ പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ വിളിച്ചു കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോ യഹൂദനായ മനുഷ്യൻ പറയുന്നുണ്ട്, തൊലഅൽ ലൈലത നജ്മു അഹ്മദല്ലദീ വുലിദ ബിഹി.
അദ്ദേഹം പറയുകയാണ്, ഇന്ന് രാത്രി ജനിച്ച അഹ്മദിന്റെ നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു. യഹൂദിയായ പണ്ഡിതൻ, പുരോഹിതൻ, അദ്ദേഹം മദീനത്ത് വെച്ച് വിളിച്ചു പറയുകയാണ്. മദീനത്ത് വെച്ചാണ് വിളിച്ചു പറയുന്നത്. റസൂലുള്ള ജനിക്കുന്നതോ മക്കയിൽ വെച്ചാണ്. ഇന്ന് രാത്രി ജനിച്ച അഹ്മദിന്റെ നക്ഷത്രം ഇതാ ഉദിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. ഇവിടെ അഹ്മദ് എന്നാണ് ആ പുരോഹിതൻ പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെയും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പേര് അഹ്മദ് എന്നായിരുന്നുവെന്ന് നേരത്തെ ഈസാ നബിയുടെ വാചകമൊക്കെയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഇതാണ് രണ്ട് സംഭവങ്ങൾ. ഒന്ന്, ഉമ്മ ആമിന സ്വപ്നം കണ്ട സംഭവം. രണ്ട്, മദീനത്ത് നിന്നും ഒരു യഹൂദി പണ്ഡിതൻ ഇങ്ങനെ വിളിച്ചു പറയുന്ന രംഗം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു കാര്യം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തോടെ ആകാശലോകത്ത് ജിന്നുകൾക്ക് നൽകപ്പെട്ടിരുന്ന ചില പ്രത്യേകമായ കഴിവുകൾ ഇല്ലാതെയാക്കപ്പെട്ടു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നുണ്ട്, 4 സന്ദർഭങ്ങളിൽ പിശാച് അട്ടഹസിച്ചു കരഞ്ഞു. ഒന്നാമത്തെ സന്ദർഭം അല്ലാഹു ഇബ്ലീസിനെ ശപിച്ച ദിവസമാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പിശാചിനെ ഇറക്കിയ സന്ദർഭത്തിലാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വീണ സന്ദർഭത്തിലാണ്. നാലാമത്തെ സന്ദർഭം സൂറത്തുൽ ഫാത്തിഹ അവതരിച്ച സന്ദർഭത്തിലാണ്. അങ്ങനെ 4 സന്ദർഭങ്ങളിൽ പിശാച് അട്ടഹസിച്ചു. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സന്ദർഭത്തിൽ പിശാച് അട്ടഹസിക്കാനുള്ള കാരണം? അതിന്റെ കാരണം പണ്ഡിതന്മാർ നേരത്തെ പറഞ്ഞു തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ജിന്നുകൾക്ക് ഉപരിലോകത്തേക്ക് കടക്കാനും അതുവഴി മലക്കുകളുടെ സംസാരങ്ങൾ കട്ടുകേൾക്കാനും ഒക്കെ സാധിച്ചിരുന്നു അവർക്ക്. എന്നാൽ പിന്നീട് അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തോടെ അത് അവർക്ക് തടയപ്പെട്ടു എന്നതാണ്. വിശുദ്ധ ഖുർആൻ ആ രംഗം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് സൂറത്തുൽ ജിന്നിലൂടെ. വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഇ ഫമൻ യസ്തമിഇൽ ആന യജിദ് ലഹു ശിഹാബർ റസദാ. ജിന്നുകൾ പറയുകയാണ്, ആകാശലോകത്തിലെ ചില ഇരിപ്പിടങ്ങളിൽ കട്ടുകേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു. അവിടുത്തെ സംസാരം കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ ഇനി ആരെങ്കിലും ശ്രമിച്ചാൽ ഞങ്ങൾക്ക് നേരെ ഒരു തീജ്വാല എറിയപ്പെടുന്നതാണ് എന്ന് അവർ പറഞ്ഞു എന്നാണ്. ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ചില പണ്ഡിതന്മാർ പറയുന്നത്, അത് ആകാശലോകത്തേക്കുള്ള ജിന്നുവർഗത്തിന്റെ ഈ ഒരു അതിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിനു ശേഷമാണ് തടയപ്പെട്ടത് എന്നതാണ്. ആ അതിർത്തി വന്നത് റസൂലുള്ളാഹിന്റെ ജനനത്തിന് ശേഷമാണ് എന്നതാണ് ഒരു വിഭാഗം പണ്ഡിത ലോകത്തിന്റെ അഭിപ്രായം. എന്നാൽ അത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷമാണെന്നും പണ്ഡിത ലോകത്ത് അഭിപ്രായമുണ്ട് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. എന്നാൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് നിരവധി കള്ളക്കഥകളും ദുർബലമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള സംഭവങ്ങളും കാണാൻ കഴിയും. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിക്കപ്പെട്ടത് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായും സുർമയിടപ്പെട്ടവനുമായിരുന്നു. ഇങ്ങനൊരു ദുർബലമായ ഹദീസാണ്, സ്വഹീഹായ ഹദീസൊന്നല്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കുറേ കള്ളക്കഥകൾ. അതിലൊന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം കിസ്റയുടെ കൊട്ടാരം വിറച്ചു. കിസ്റയുടെ കൊട്ടാരത്തിലെ 14 മിനാരങ്ങൾ വിറകൊണ്ടു. അഗ്നിയാരാധകരായിരുന്ന മജൂസികളുടെ അഗ്നി കെട്ടുപോയി. ബുഹൈറ തടാകം വറ്റി വരണ്ടു. ബുഹൈറ തടാകത്തിന് ചുറ്റുമുണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം താഴെ വീണു. ഈ സംഭവങ്ങളൊന്നും നബി ജനിച്ച ദിവസവുമായി ബന്ധപ്പെട്ട് സ്വഹീഹായി വന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ എന്തിനാണ് ഇത്തരം കള്ളക്കഥകളൊക്കെ പറയുന്നത്? ഇവരൊക്കെ ഇതേ രൂപത്തിലുള്ള ദുർബലമായ ഹദീസിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഒരു പക്ഷേ പ്രവാചകന്റെ മദ്ഹ് പറയാനും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം വിശദീകരിക്കാനും ഒക്കെയാവാം. പക്ഷേ മുഹമ്മദ് ഗസാലി ഈ വിഷയത്തിൽ പറയുന്നുണ്ട്, ചിലരുടെ നിർമ്മിതികളാണ് ഈ കഥകളെല്ലാം. ചിലരുടെ നിർമ്മിതികളാണ്. എന്തിനാ നിർമ്മിച്ചത്? റസൂലുള്ളാഹിന്റെ മഹത്വം പറയാനല്ലേ. എന്നാൽ അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹിന്റെ മഹത്വം പറയാൻ ഇത്തരം കഥകളുടെ ആവശ്യമില്ല. ചരിത്രത്തിൽ അവിടത്തേക്കുള്ള മഹത്തരമായ സ്ഥാനം തന്നെ നമുക്ക് മതിയാഗോളമുണ്ട്. കണ്ടോ നിങ്ങൾ? അപ്പൊ ഉള്ളത് തന്നെ ധാരാളം പറയാനുണ്ട്.
പ്രവാചകന്റെ ജനനവുമായി ബന്ധപ്പെട്ടും പ്രവാചകന്റെ മഹത്വം വിശദീകരിക്കാനും ഉള്ളത് തന്നെ ധാരാളമുണ്ട്. അത് പറഞ്ഞാൽ മതി, ഇല്ലാത്തത് കൊണ്ടുവരേണ്ടതില്ല എന്ന് ഷെയ്ഖ് മുഹമ്മദ് ഗസാലി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുകയാണ്. ശരി, അതോടൊപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റൊരു ദുർബലമായ ഹദീസാണ്, ലോകത്താദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെയാണെന്നും ആ പ്രകാശമാവട്ടെ അള്ളാഹുവിൻ്റെ പ്രകാശത്തിൽ നിന്നാണെന്നും അങ്ങനെ മുഹമ്മദ് നബിയുടെ പ്രകാശത്തിൽ നിന്ന് മറ്റു മുഴുവൻ ചരാചരങ്ങളെയും സൃഷ്ടിച്ചുവെന്നും യാതൊരു അടിസ്ഥാനവുമില്ലാതെ ചിലർ വിശ്വസിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഏറെ പുണ്യകരമാണെന്നൊക്കെ വിചാരിച്ച് പാരായണം ചെയ്യപ്പെടുന്ന മൗലൂദ് കിതാബുകളുടെ ആദ്യ വരികൾ പോലും ഇത്തരത്തിൽ ലോകം സൃഷ്ടിക്കുന്നതിന് മുൻപേ നബിയുടെ പ്രകാശത്തെ സൃഷ്ടിക്കുകയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വരികൾ നമുക്ക് വായിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇതൊന്നും ഖുർആനിലോ അതേപോലെ തന്നെ ഹദീസിലോ ഉള്ള വാചകങ്ങളല്ല. ദുർബലമായ റിപ്പോർട്ട് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്താണെന്ന് ചോദിക്കുകയും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണെന്ന്, നിന്റെ നബിയുടെ പ്രകാശത്തെയാണ് ജാബിറെ എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തുവെന്ന് ദുർബലമായൊരു ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനിലെയും സ്വഹീഹായ ഹദീസുകളുടെയും ഒക്കെ പരാമർശങ്ങൾക്കെതിരാണ് ഈയൊരു വിശ്വാസം. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രകാശത്തെയാണ് സൃഷ്ടിച്ചത് എന്നതൊക്കെയുള്ള ആ പരാമർശങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സ്വഹാബത്തോ അവിടുത്തെ താബിയുകളോ മുൻഗാമികളോ ഒന്നും സലഫു സ്വാലിഹുകളൊന്നും അത്തരമൊരു രീതി മനസ്സിലാക്കിയിട്ടില്ല, അവരൊന്നും പഠിപ്പിച്ചിട്ടില്ല എന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യണം, സാന്ദർഭികമായി മനസ്സിലാക്കണം. മാത്രമല്ല വിശുദ്ധ ഖുർആൻ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞിടത്ത് പറഞ്ഞു, മനുഷ്യന്റെ സൃഷ്ടിപ്പ്, ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭം അത് പ്രകാശത്തിൽ നിന്നാണ് എന്നാണോ? ഒരിക്കലുമല്ല. ഖുർആൻ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ, കലം പോലെ മുട്ടിയാൽ മുഴക്കമുണ്ടാകുന്ന ഒരു ഉണങ്ങിയ കളിമണ്ണിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചുവെന്ന് സൂറത്തു റഹ്മാനിലെ 14-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ആരംഭത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. എന്താണ്? ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂരിൻ വഖുലിഖൽ ജാന്നു മിൻ മാരിജിൻ മിൻ നാർ വഖുലിഖ ആദമു മിമ്മാ വസിഫ ലക്കും, മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് പ്രകാശത്തിൽ നിന്നാണ്. അപ്പൊ പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് ആരാണ്? മനുഷ്യരല്ല, അത് മലക്കുകളാണ്. അതേപോലെ തന്നെ അഗ്നിയിൽ നിന്ന്, തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടത് ജിന്നുവർഗമാണ്, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് മനുഷ്യൻ എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ധാരാളം തെളിവുകൾ ഖുർആനിലും ഹദീസിലും മനുഷ്യന്റെ സൃഷ്ടിപ്പ് മണ്ണിൽ നിന്നാണ്, പ്രകാശത്തിൽ നിന്നല്ല എന്ന് പറയാൻ തന്നെ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പ് പ്രകാശത്തിൽ നിന്നാണെന്ന ആ ഒരു വാദം മാത്രമല്ല, അതിൽ നിന്നാണ് മറ്റു ചരാചരങ്ങളെ സൃഷ്ടിച്ചത് എന്ന വിശ്വാസവും യഥാർത്ഥത്തിൽ ശരിയല്ല എന്നുകൂടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിൻ്റെ പ്രസന്നതയും അവിടുത്തെ സൗന്ദര്യവും അതുല്യമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ മുഖത്തിന് വലിയ പ്രകാശമായിരുന്നു. പ്രവാചകനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നൂറ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രകാശമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഏതർത്ഥത്തിലാണ്? ആ പ്രകാശം എന്നാൽ, ആ നൂറ് എന്നാൽ പ്രകൃതം തന്നെ പ്രകാശമാണ് എന്ന അർത്ഥത്തിലല്ല എന്നതാണ് പണ്ഡിതന്മാർ, മുഫസ്സിറുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മറിച്ച് ഹിദായത്താകുന്ന വെളിച്ചം മാനവ സമൂഹത്തിന് കൈമാറാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അർത്ഥത്തിലാണ്. എന്നാൽ പ്രവാചകന്റെ ഭംഗിയും പ്രവാചകന്റെ ശരീരവുമായി ബന്ധപ്പെട്ട രീതികളുമൊക്കെ ഹദീസുകളിൽ വളരെ കൃത്യമായി തന്നെ മനോഹരമായി വിശദീകരിച്ചതായ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത് യത്തീമായിട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് യത്തീമായിട്ടാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, അലം യജിദ്ക യതീമൻ ഫആവാ, നിന്നെ അവൻ യത്തീമായി കണ്ടില്ലേ, അവൻ നിനക്ക് അഭയം നൽകിയില്ലേ എന്നതാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന് മുമ്പേ അബ്ദുള്ളയായ
വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഗർഭം ധരിച്ച് 2 മാസം സമയമായപ്പോഴാണ് ഒരു കച്ചവട യാത്ര തിരിച്ചു വരുന്ന വഴിയിൽ മദീനയിൽ വെച്ച് അബ്ദുള്ള മരണപ്പെട്ടത് എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അനാഥനായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വരുന്നത്. ആ ഉപ്പ മോനെയും കണ്ടിട്ടില്ല, ആ മോന് ഉപ്പയെയും കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ജനിച്ച ഉടൻ ആമിന അബ്ദുൽ മുത്തലിബിനെ വിവരമറിയിക്കുകയും അബ്ദുൽ മുത്തലിബ് ഓടി വരികയും അങ്ങനെ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും 7ാമത്തെ ദിവസം അക്കീഖ അറുക്കുകയും ചേലാകർമ്മം നിർവഹിക്കുകയും ചെയ്തു എന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം ആമിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ മുലയൂട്ടുന്നുണ്ട്. അതോടൊപ്പം പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ പ്രായവുമായി ബന്ധപ്പെട്ട് ഹലീമയുടെ വീട്ടിലുള്ള താമസം, അതേപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ, പ്രവാചകൻ്റെ മറ്റു പേരുകളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം, മനസ്സിലാക്കാം. അള്ളാഹു തൗഫീക്ക് നൽകിയാൽ മറ്റൊരവസരത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ കൂടുതൽ പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒത്തൊരുമിക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.